ഹായ്, വെരി വാം വെൽക്കം ടു MSD ടോക്സ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് +1 ഫിസിക്സിലെ ഫസ്റ്റ് വോളിയത്തിലെ ചാപ്റ്റർ വൈസ് ഇക്വേഷൻസുകൾ ആണ്. +1 +2 ക്ലാസ്സിൽ പഠിക്കുന്ന എൻട്രൻസ് എക്സാമുകൾ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് ഉപകാരപ്രദമാകും. ഇനിയും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഇക്വേഷനുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിലേക്ക് കടക്കാം. ചില ലെങ്തുകളാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത്. ആദ്യം ഫെർമി, ഇറ്റാലിയൻ ഫിസിസിസ്റ്റ് ആയിട്ടുള്ള എൻറിച്ചോ ഫെർമി എന്ന സയന്റിസ്റ്റിന്റെ നാമധേയത്തിലാണ് ഇത് കിടക്കുന്നത്. 1 ഫെർമി ഈക്വൽ ടു 10⁻⁻15 മീറ്റർ ആണ്. അടുത്തത് ആങ്സ്ട്രോം, ഇതൊരു സ്വീഡിഷ് ആൽഫബറ്റ് ആണ്. 1 ആങ്സ്ട്രോം ഈക്വൽ ടു 10⁻10 മീറ്റർ ആണ്. നെക്സ്റ്റ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ഭൂമിയിൽ നിന്ന് സണ്ണിലേക്കുള്ള ഒരു ആവറേജ് ദൂരമാണിത്. AU ഈക്വൽ ടു 1.496 into 10⁻11 മീറ്റർ ആണ്. അടുത്തത് ലൈറ്റ് ഇയർ, പ്രകാശവർഷം. ഒരു വർഷത്തിൽ 3 into 10⁻8 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണിത്. എന്ന് പറഞ്ഞാൽ 3 into 10⁻8 into 366 into 24 into 60 into 60. 1 പാർസെക് ഈക്വൽ ടു 3.08 into 10⁻16 മീറ്റർ ആണ്. പാർസെക് എന്ന് പറയുന്നത് ഒരു ആസ്ട്രോണമിയിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. 3.26 ലൈറ്റ് ഇയറിനോളം അടുത്ത് വരും ഇത്. ഇനി നമുക്ക് ചില എറർ മെഷർമെന്റുകളെ കുറിച്ച് പരിചയപ്പെടാം. ആദ്യം തന്നെ എന്താണ് ട്രൂ വാല്യൂ? ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ 3 റീഡിംഗ് A1 A2 A3 എന്ന റീഡിംഗ് ആണെങ്കിൽ ട്രൂ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ എന്ന് പറയുന്നത് A1 + A2 + A3 ഡിവൈഡഡ് ബൈ 3 എന്നായിരിക്കും. ജനറലി A bar ഈക്വൽ ടു A1 + A2 + A3 + etc. + An ഡിവൈഡഡ് ബൈ n. ഈ ട്രൂ വാല്യൂവിൽ നിന്ന് മെഷേർഡ് വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അബ്സല്യൂട്ട് എറർ. ദാറ്റ് മീൻസ് ഡെൽറ്റ A1 ഈക്വൽ ടു A bar - A1, ഡെൽറ്റ A2 ഈക്വൽ ടു A bar - A2, ഇങ്ങനെ. ഇനി ഈ കണ്ട ഡെൽറ്റ A1 ഉം ഡെൽറ്റ A2 ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒക്കെ മീൻ എടുക്കുന്നതാണ് ഡെൽറ്റ A മീൻ. എക്സാമ്പിൾ ഡെൽറ്റ A1 + ഡെൽറ്റ A2 + ഡെൽറ്റ A3 + etc. + ഡെൽറ്റ An all divided by n. അതാണ് ഡെൽറ്റ A മീൻ. അടുത്തത് എന്താണ് റിലേറ്റീവ് എറർ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ എറർ? ഡെൽറ്റ A bar by A ആണ് റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. അതായത് ഫൈനൽ അബ്സല്യൂട്ട് എററിനെ ട്രൂ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ഇതിനെ into 100 ചെയ്താൽ നിങ്ങൾക്ക് പെർസെന്റേജ് എറർ കാണാൻ പറ്റും. ഇനി നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ, ഒരു ആസ്ട്രോണമിക്കൽ ഒബ്ജക്റ്റിന്റെ സൈസ് കാണാനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ ലെറ്റർ D ഈക്വൽ ടു S into θ ആണ്. പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്ന ഭാഗത്താണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഇനി മറ്റൊരു കൺസെപ്റ്റ്, Z A+B ഫോർമാറ്റിലോ A-B ഫോർമാറ്റിലോ ആണെങ്കിൽ മാക്സിമം പോസിബിൾ എറർ എന്ന് പറയുന്നത് ഡെൽറ്റ Z ഈക്വൽ ടു ഡെൽറ്റ A + ഡെൽറ്റ B എന്നാണ്. ZAB എന്നോ A/B എന്നോ ആണെങ്കിൽ അതിന്റെ മാക്സിമം ഫ്രാക്ഷണൽ എറർ എന്ന് പറയുന്നത് ഡെൽറ്റ Z/Z ഈക്വൽ ടു ഡെൽറ്റ A/A + ഡെൽറ്റ B/B ആണ്. A⁻P into B⁻Q ഡിവൈഡഡ് ബൈ C⁻R. അതായത് A⁻n ഫോർമാറ്റിലാണെങ്കിൽ ഡെൽറ്റ Z/Z ഈക്വൽ ടു P into ഡെൽറ്റ A/A + Q into ഡെൽറ്റ B/B + R into ഡെൽറ്റ C/C ഫോർമാറ്റിലായിരിക്കും. പെർസെന്റേജ് എറർ ആണെങ്കിൽ into 100 ചെയ്താൽ മതി. നെക്സ്റ്റ് ചാപ്റ്റർ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ആദ്യം ചർച്ച ചെയ്യുന്നത് എന്താണ് ഡിസ്പ്ലേസ്മെന്റ്. ഡെൽറ്റ x ഈക്വൽ ടു x2 - x1 എന്നതാണ്. ഡെൽറ്റ x എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ, x2 ഫൈനൽ പൊസിഷൻ, x1 ഇനീഷ്യൽ പൊസിഷൻ. ഇനി എന്താണ് ആവറേജ് സ്പീഡ്? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ് ആവറേജ് സ്പീഡ്. എന്നാൽ ആവറേജ് വെലോസിറ്റി S2 - S1 by T2 - T1. S2 ഫൈനൽ പൊസിഷൻ, S1 ഇനീഷ്യൽ പൊസിഷൻ, T2 ഫൈനൽ ടൈം, T1 ഇനീഷ്യൽ ടൈം. ദാറ്റ്സ് ഈക്വൽ ടു ഡെൽറ്റ S by ഡെൽറ്റ T. ഇനി എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? ലിമിറ്റ് ഡെൽറ്റ T → 0, ഡെൽറ്റ S by ഡെൽറ്റ T, that is equal to ds by dt. എന്ന് പറഞ്ഞാൽ S നെ T കൊണ്ട് ഡെറിവേറ്റീവ് ചെയ്താൽ കിട്ടുന്നതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇനി ആവറേജ് എക്സലറേഷൻ v2 - v1 ഡിവൈഡഡ് ബൈ T2 - T1 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ഡെൽറ്റ V by ഡെൽറ്റ T. v2 ഫൈനൽ വെലോസിറ്റി, v1 ഇനീഷ്യൽ വെലോസിറ്റി.
ഇൻസ്റ്റന്റീനിയസ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയെ ടൈം കൊണ്ട് ഡെറിവേറ്റീവ് ചെയ്താൽ ഇൻസ്റ്റന്റീനിയസ് ആക്സലറേഷൻ കിട്ടും. മാത്രമല്ല എസിനെ 2 പ്രാവശ്യം ഡെറിവേറ്റീവ് ചെയ്താലും ആക്സലറേഷൻ കിട്ടും. ഇനി നമുക്ക് കൈനമാറ്റിക് ഇക്വേഷനിലേക്ക് വരാം. V equal to U plus AT, S equal to UT plus half AT square, V square equal to U square plus 2AS, nth ആണെങ്കിൽ U plus A by 2 into 2n minus 1. V is the final velocity, U is the initial velocity, A is the acceleration. Free falling body case എടുക്കുമ്പോൾ A യുടെ പൊസിഷനിൽ G കൊടുക്കണം. So V equal to U plus GT, S equal to UT plus half GT square, V square equal to U square plus 2GS. പക്ഷെ ഒരു പ്രശ്നം, ബോഡി ഫാളിംഗ് ഫ്രീലി അണ്ടർ ദി ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ G പോസിറ്റീവും, ബോഡി ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് കേസ് ആണെങ്കിൽ G ടേക്കൺ ആസ് നെഗറ്റീവും, ബോഡി ജസ്റ്റ് ഡ്രോപ്ഡ് ആണെങ്കിൽ യുവിന്റെ പൊസിഷനിൽ 0യും കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് മാക്സിമം ഹൈറ്റ് റീച്ച് ചെയ്യുന്ന ഇക്വേഷൻ h equal to u square by 2g എന്നതാണ്. എങ്ങനെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്? v square equal to u square plus 2gh. മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി എന്തായിരിക്കും? 0, v 0 ആണ്. സോ h equal to u square by 2g എന്ന് കിട്ടും. നോക്കൂ, നിങ്ങൾ ടൈം കാണാനുള്ള ഇക്വേഷൻ 2u by g, അതേപോലെ v കാണാനുള്ള ഇക്വേഷൻ √2gh, അതായത് വെലോസിറ്റി അറ്റൈൻഡ് ബൈ എ ബോഡി ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്. എങ്ങനെ കിട്ടിയത്? ആ സമയം u എന്തായിരിക്കും? 0 ആയിരിക്കും. ആ സമയത്ത് v equal to √2gh കിട്ടും. ഇനി ഞാൻ പറയുന്ന 4 റിസൾട്ടുകൾ കൃത്യമായി ശ്രദ്ധിക്കണം. എസ് ടി ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ കിട്ടുന്നത് വെലോസിറ്റിയാണ്. വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ കിട്ടുന്നത് ആക്സലറേഷൻ ആണ്. വി ടി ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ കിട്ടുന്നത് ഡിസ്റ്റൻസ് ആണ്. എ ടി ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ കിട്ടുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റിയും ആണ്. ഇനി എന്താണ് റിലേറ്റീവ് വെലോസിറ്റി? VAB equal to VA minus VB. അർത്ഥം വെലോസിറ്റി ഓഫ് A with respect to B. VBA equal to VB minus VA. അർത്ഥം വെലോസിറ്റി ഓഫ് B with respect to A. സെയിം ഡിറക്ഷൻ ആണോ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് സൈൻ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. മോഷൻ ഇൻ എ പ്ലെയിൻ. ആ ചാപ്റ്ററിൽ ആദ്യം തന്നെ ചർച്ച ചെയ്യുന്നത് ട്രയാങ്കിൾ ലോ അല്ലെങ്കിൽ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ്. R equal to root of p square plus q square plus 2pq cos theta. ഇതിൽ പിയും ക്യൂയും എന്താണ്? വെക്ടർ ആണ്. തീറ്റ ആംഗിൾ ആണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ടാൻ ബീറ്റ കാണാനുള്ള ഇക്വേഷൻ q sin theta divided by p plus q cos theta ആണ്. ഇനി ഒരു എക്സ് ആക്സിസിന്റെ യൂണിറ്റ് വെക്ടറിനെ ഐ ക്യാപ്പ് എന്നും വൈ ആക്സിസിന്റെ ജെ ക്യാപ്പ് എന്നും സെഡ് ആക്സിനെ കെ ക്യാപ്പ് എന്നും റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, അതേപോലെ തന്നെ AX, AY, AZ എന്ന് പറയുന്ന റെക്ടാങ്കുലർ കമ്പോണന്റുകളും ആണെങ്കിൽ, എയുടെ റെക്ടാങ്കുലർ കമ്പോണന്റും ആണെങ്കിൽ, മോഡ് വെക്ടർ എ കാണാനുള്ള ഇക്വേഷൻ √AX² plus AY² plus AZ² എന്നാണ്. എ കേപ്പ് കാണാനുള്ള ഇക്വേഷൻ വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ എ ആണ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് AX cos thetaയും വെർട്ടിക്കൽ കമ്പോണന്റ് AY sin thetaയും ഒക്കെ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഡോട്ട് പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ A ഡോട്ട് ബി വെക്ടർ A ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു വെക്ടർ A വെക്ടർ ബി കോസ് തീറ്റയാണ്. AB കോസ് തീറ്റയാണ്. ഈ എയും ബിയും പെർപെൻഡിക്കുലർ ആകുമ്പോൾ തീറ്റ 90 ആണല്ലോ. ആ സമയത്ത് AB കോസ് 90 കൊടുത്താൽ വെക്ടർ A ഡോട്ട് ബിയുടെ റിസൾട്ട് എന്താവും? 0 ആയിട്ട് മാറും എന്നത് പ്രത്യേകം ഓർത്തിരിക്കണം. കോസ് തീറ്റ കാണാനുള്ള ഇക്വേഷൻ വെക്ടർ A ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ A മോഡ് വെക്ടർ ബി ആണ്. മോഡ് വെക്ടർ എയും മോഡ് വെക്ടർ ബി ഒക്കെ കാണാനുള്ള ഇക്വേഷൻ മുകളിൽ ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തി. ഇനി വെക്ടർ A ഡോട്ട് വെക്ടർ ബി എങ്ങനെ കാണുക? AX BX പ്ലസ് AY BY പ്ലസ് AZ BZ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഐ ക്യാപ്പും ഐ ക്യാപ്പും ജെ ക്യാപ്പും ജെ ക്യാപ്പും കെ ക്യാപ്പും കെ ക്യാപ്പും മാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ളതൊക്കെ ചെയ്യുമ്പോൾ 0 കിട്ടും. ഇനി നമുക്ക് ക്രോസ് പ്രൊഡക്റ്റിലേക്ക് കടക്കാം. A ക്രോസ് ബി ഈക്വൽ ടു AB sin theta n cap. എയും ബിയും വെക്ടർ ആണ്, തീറ്റ ആംഗിൾ ആണ്, n ക്യാപ്പ് ഡിറക്ഷനിനെ സൂചിപ്പിക്കുന്നു. എങ്ങനെയാണ് ചെയ്യുക? ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ് ഒരു മോഡുലസിൽ എഴുതിയിട്ട് AX AY AZ BX BY BZ ഫോർമാറ്റിൽ എഴുതിയ ശേഷം ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് പാരലൽ ആയി നിൽക്കുമ്പോൾ A ക്രോസ് ബി ഈക്വൽ ടു 0 ആയിരിക്കും. എങ്ങനെ? AB sin 0. അടുത്തതായിട്ട് മൊമെന്റ് ഓഫ് ഫോഴ്സ് ഓഫ് ടോർക്ക്. ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ വെക്ടർ ടോ ഈക്വൽ ടു വെക്ടർ R ക്രോസ് വെക്ടർ F എന്നതാണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഇനി പ്രൊജക്റ്റൈൽ കേസിലേക്ക് വരാം. ഒരു പ്രൊജക്റ്റൈൽ കേസിന്റെ ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ U² sin² θ/2g ആണ്. ടൈം കാണാനുള്ള ഇക്വേഷൻ 2u sin θ/g ആണ്.
ഹോറിസോണ്ടൽ റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ R = u² sin 2θ/g ആണ് എന്നത് പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കണം. മാക്സിമം ഹോറിസോണ്ടൽ റേഞ്ച് അറ്റൈൻ അറ്റ് θ = 45 ഡിഗ്രിയിലാണ്. ആ സമയത്ത് R max എന്തായിരിക്കും? u²/g ആയിരിക്കും എന്നത് കൂടി കൂട്ടത്തിൽ ഓർത്തു വെച്ചിരിക്കണം. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് θ = s/r ആണ്. ആംഗുലാർ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ω = θ/t ആണ്. മറ്റൊരു ഇക്വേഷൻ 2π/t ആണ്. മറ്റൊരു ഇക്വേഷൻ 2π nu ആണ്. എങ്ങനെ ന്യൂ കിട്ടിയത്? 1/t എന്ന് പറയുന്നത് ന്യൂ ആണ്. ഇനി ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ v = r ω ആണ്. v ലീനിയർ വെലോസിറ്റി, ω ആംഗുലാർ വെലോസിറ്റി ആണ്. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ a = v²/r ആണ്. അല്ലെങ്കിൽ r ω² ആണ്. എങ്ങനെ r ω² കിട്ടിയത്? v യുടെ പൊസിഷനിൽ r ω കൊടുത്തിട്ട് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിൽ ആദ്യം ചർച്ച ചെയ്യുന്നത് ലിനിയർ മൊമെന്റം ആണ്. p = mv. ഇതിൽ m എന്ന് പറയുന്നത് മാസ്, v എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. അടുത്തത് ന്യൂട്ടൺ സെക്കൻഡ് ലോയിലേക്ക് വരാം. F = ma or F = dp/dt. അതായത് അപ്ലൈഡ് ഫോഴ്സ് = റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം എന്നാണ്. ഇനി അടുത്തത് ഇമ്പൾസ് കാണാനുള്ള ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഇമ്പൾസ് മൊമെന്റം തിയറി ഇവിടെയാണ് ചർച്ച ചെയ്യുന്നത് എന്ന് പ്രത്യേകം ഓർക്കണം. I = dp. അപ്പോൾ നമുക്ക് മറ്റൊരു ഇക്വേഷൻ എഴുതാം. I = mv - mu. ഇനി ന്യൂട്ടന്റെ തേർഡ് ലോ വ്യക്തമാക്കുന്ന ഒരു കൺസെപ്റ്റ് റിയാക്ഷൻ = ആക്ഷൻ. നമുക്ക് അപ്പാരന്റ് വെയിറ്റ് ഓഫ് എ മാൻ ഇൻ എ ലിഫ്റ്റ്. കേസ് നമ്പർ 1, lift move upward with acceleration a, then r = m × g + a. Then when the lift moves downward with acceleration a, r = m × g - a. ലിഫ്റ്റ് ഫ്രീ ഫാളിംഗ് കേസ് ആകും എന്ന് പറയുമ്പോൾ ലിഫ്റ്റ് പൊട്ടി താഴേക്ക് വീഴുന്ന കേസ് a = g ആകുമ്പോൾ r = 0 ആയിരിക്കും. ദെൻ ലിഫ്റ്റ് റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിലോ സഞ്ചരിക്കുമ്പോൾ a യുടെ വാല്യൂ 0 ആയിരിക്കും. സോ r = mg. ഇനി loss of conservation of linear momentum. In the absence of any external force, vector sum of the linear momentum of a system of particles remains constant. That means m1v1 plus m2v2 plus m3v3 plus etc. plus mn that's equal to constant എന്ന concept. Two body system ആകുമ്പോൾ m1u1 plus m2u2 that is equal to m1v1 plus m2v2 എന്നായിരിക്കും. ഇതിന്റെ ആപ്ലിക്കേഷൻ ആയ റീകോയിൽ വെലോസിറ്റിയിലേക്ക് വരാം. Capital letter V = -mv divided by capital letter M. Capital letter M mass of the gun ആണെങ്കിൽ small letter m mass of the bullet ആണ്. V is the velocity of the bullet ആണ്. ഇനി എന്താണ് congruent force? A number of forces acting at the same point are called congruent force. That means number of concurrent forces are said to be in equilibrium if the resultant is 0. That means vector F = vector F1 plus vector F2 plus vector F3 plus etc. plus vector Fn that is equal to 0 എന്ന concept. Then ഇനി നമുക്ക് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് വരാം. ശരിക്കും രണ്ടു തരത്തിലുള്ള ഫ്രിക്ഷൻ ആണത്, സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the frictional force between two surfaces in contact before there is relative motion between the surfaces എന്നതാണ്. കൈനറ്റിക് ആകുമ്പോൾ ചലിക്കുമ്പോഴുള്ള കൺസെപ്റ്റ് ആണ്. ഇതിലെ കൈനറ്റിക് ഫ്രിക്ഷൻ രണ്ടായി തിരിച്ചിട്ടുണ്ട്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ എന്നിങ്ങനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ? അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷനെ നോർമൽ റിയാക്ഷനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ്. ഓർ mu = Fs max divided by r. Fs max എന്ന് പറയുന്നതാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. It is the maximum value of static friction is called limiting friction. R എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് Fs max directly proportional to R ആണ്. Fs max = μs into R. μs is called coefficient of static friction. ഇതേപോലെ തന്നെ Fs max equal to μk into R. μk is called coefficient of kinetic friction എന്നും വിളിക്കുന്നു. ഇതിൽ ഒരു കാര്യം കൂടി, ആംഗിൾ ഓഫ് റിപ്പോസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന കൺസെപ്റ്റ് കൂടി ഇതിൽ ഓർത്തു വെച്ചിരിക്കണം. ഇനി എന്താണ് Vmax = √μrg എന്ന ഇക്വേഷൻ? ഇറ്റ് ഈസ് ദി മാക്സിമം സ്പീഡ് ഫോർ ദി വെഹിക്കിൾ ടു അവോയ്ഡ് സ്കിഡിംഗ് എന്ന കൺസെപ്റ്റ് ആണ് ഇത്. ബാങ്കിങ് ഓഫ് റോഡിന്റെ കേസിലേക്ക് വരുമ്പോൾ Vmax = √rg into mu plus tan theta divided by 1 minus mu tan theta. When mu = 0, Vmax = √rg tan theta ആയിരിക്കും.
It is the maximum speed to avoid wear and tear of tires. Tan theta കാണാനുള്ള ഇക്വേഷൻ v square by rg ആണ്. അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. വർക്ക്, എനർജി ആൻഡ് പവർ. ഇതിൽ ആദ്യം ചർച്ച ചെയ്യുന്നത് വർക്ക് എന്താണ്. W equal to vector F dot S ആണ്. That is W equal to Fs cos θ ആണ്. മറ്റൊരു വേരിയേഷൻ കേസ് വരുമ്പോൾ W equal to integral SI to SF vector F dot vector ds ആണ്. ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ നമുക്ക് വർക്ക് ഡൺ കിട്ടുകയും ചെയ്യും. ഇനി എന്താണ് കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ? ഹാഫ് mv സ്ക്വയർ ആണ്. അതോടൊപ്പം തന്നെ വർക്ക് എനർജി തിയറം എന്താണ്? W equal to delta K എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജിയിൽ നിന്ന് ഇനീഷ്യൽ കൈനറ്റിക് എനർജി കുറച്ചാൽ വർക്ക് ഡൺ കിട്ടും. അപ്പോൾ മറ്റൊരു ഇക്വേഷൻ W equal to half mv സ്ക്വയർ മൈനസ് half mu സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജി U equal to mgh എന്നാണ്. Then ഹുക്സ് ലോ F equal to minus kx. ഈ മൈനസ് റെപ്രസെന്റ് ചെയ്യുന്നത് എഫും എക്സും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് എന്നതാണ്. ഒരു സ്പ്രിങ്ങിന്റെ കേസിലുള്ള വർക്ക് ഡണ്ണും പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ ഹാഫ് kxm സ്ക്വയർ ആണ് എന്നതുകൂടി ഓർത്തു വെക്കുക. ഇനി എന്താണ് പവർ? P equal to W by T ആണ്. മറ്റൊരു ഇക്വേഷൻ P equal to vector F dot vector V ആണ്. That means P equal to F cos θ. പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. മറ്റൊരു യൂണിറ്റ് HP. 1 HP equal to 746 വാട്ട് ആണ്. Linear momentum is conserved both in elastic and inelastic collision. In that time, m1u1 plus m2u2 equal to m1v1 plus m2v2 ആയിരിക്കും. Kinetic energy is conserved in inelastic collision. Half m1u1 square plus half m2u2 square, that is equal to half m1v1 square plus half m2v2 square ആയിരിക്കും. അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. അടുത്തത് സിസ്റ്റം, പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഇതിൽ ആദ്യം ചർച്ച ചെയ്യുന്നത് സെന്റർ ഓഫ് മാസിനെ കുറിച്ചാണ്. ഒരു മാറ്ററിന്റെ മാസ് കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കോമൺ പോയിന്റ് ആണ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കൈനമാറ്റിക് ഇക്വേഷൻ എങ്ങനെ റൊട്ടേഷണൽ കേസിലേക്ക് മാറ്റാമെന്ന് നമുക്ക് നോക്കാം. ഒമേഗ ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ ടി എന്ന് പറഞ്ഞാൽ ഒമേഗ വി ആണ്, ഒമേഗ 0 യു ആണ്, ആൽഫ എ ആണ്. മൂന്ന് ഇക്വേഷൻസും കൺവേർട്ട് ചെയ്തത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ സെന്റർ ഓഫ് മാസ് ഉണ്ടല്ലോ, അതിന്റെ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഓഫ് ദി സെന്റർ ഓഫ് മാസിന്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? മൂന്ന് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. x equal to m1 x1 plus m2 x2 plus etc plus mn xn divided by m1 plus m2 plus etc plus mn. അതേപോലെ y-ഉം z-ഉം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ടു പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ RCM that is equal to m1 r1 plus m2 r2 divided by m1 plus m2 ആണ് എന്നതും ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്താണ് ടോർക്ക്? ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നതാണ്. ടോ ഈക്വൽ ടു RF sin θ or tau equal to vector r cross vector f when theta equal to 90 degree torque is a maximum എന്നതു കൂടി ഓർത്തു വെക്കുക. ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നതാണ്. ദാറ്റ് മീൻസ് L equal to RP sin theta or a vector L equal to vector r cross vector p. Another equation L equal to mv ആ. പിന്നെ ടോർക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം തമ്മിലുള്ള ബന്ധം ടോർക്ക് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം. ദാറ്റ് മീൻസ് ടോ ഈക്വൽ ടു dl by dt എന്നതാണെന്നത് കൂടി ഓർത്തു വെക്കുക. ഇനി നമുക്ക് എന്താണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ? I equal to mr സ്ക്വയർ എന്നതാണ്. എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? I equal to mk സ്ക്വയർ. ഇതിൽ നിന്ന് k equal to root I by m എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് രണ്ട് തിയറം ചർച്ച ചെയ്യാം. ഒന്ന് പാരലൽ ആക്സിസ് തിയറം. I equal to ICM plus mh സ്ക്വയർ എന്നതാണ് ഇക്വേഷൻ. ഇതിൽ ICM സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്, m മാസ് ആണ്, h എന്ന് പറയുന്നത് എന്റെ ചിത്രത്തിലേക്ക് നോക്കൂ നിങ്ങൾ, രണ്ട് പാരലൽ ലൈൻ കണ്ടില്ലേ, അതിന്റെ ഇടയിലുള്ള ദൂരമാണ് h എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ തിയറമായ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിലേക്ക് വരാം. IZ equal to IX plus IY എന്നതാണ്. IZ z ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, IX x ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, IY y ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യയും ആണ്. ഇനി താഴത്തെ ബോഡിൽ ലീനിയർ മോഷനും റൊട്ടേഷണൽ മോഷനും തമ്മിലുള്ള റിലേഷൻ നോക്കൂ നിങ്ങൾ. ഡിസ്പ്ലേസ്മെന്റ് x ആണ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് റൊട്ടേഷൻ കേസിൽ പറയുക. അതിന് റെപ്രസെന്റ് ചെയ്യുന്ന തീറ്റ എന്ന ലെറ്ററിലാണ്. നമുക്കൊരു വെറുതെ ഒരു ഇക്വേഷൻ എടുത്ത് നോക്കാം. അഞ്ചാമത്തെ ഇക്വേഷൻ ഒന്ന് എടുക്കാം. F equal to ma. റൊട്ടേഷൻ കേസിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? എഫിന് പകരം റൊട്ടേഷനിൽ ടോ ആണ്, എമ്മിന് പകരം ഐ ആണ്, എക്ക് പകരം ആൽഫയാണ്. അപ്പൊ എങ്ങനെ ചെയ്താം? F equal to ma, ടോ equal to I ആൽഫ. ഇനി എട്ടാമത്തെ ഇക്വേഷൻ എടുത്ത് നോക്കൂ. P equal to FV. പിക്ക് പി തന്നെയാണ്, എഫിന് പകരം ടോ, വിക്ക് പകരം ഒമേഗ. സോ P equal to FV, P equal to ടോ ഒമേഗ എന്ന് എഴുതാൻ പറ്റും. ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില മൊമെന്റ് ഓഫ് ഇനേഷ്യകളാണ് ഞാൻ ബോർഡിൽ കൊടുത്തിരിക്കുന്നത്.
ഇപ്പൊ ഒരു റിങ്ങിന്റെ കേസ് എടുത്ത് നോക്കൂ. അതിൽ തന്നെ 2 കേസ് ഉണ്ട്. ഒന്ന് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ അറ്റ് ഇറ്റ് സെന്റർ, അങ്ങനെ വരുമ്പോൾ I = mr² ആണ്. ഡയാമീറ്റർ കേസ് വരുമ്പോൾ I = mr²/2 ആണ്. അങ്ങനത്തെ 8 പ്രധാനപ്പെട്ട കേസുകൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഹോളോ സിലിണ്ടർ, ആക്സിസ് ഓഫ് സിലിണ്ടറിന്റെ കേസ് വരുമ്പോൾ I = mr² ആണ്. സോളിഡ് സിലിണ്ടർ ആവുമ്പോൾ, ആക്സിസ് ഓഫ് സിലിണ്ടർ ആവുമ്പോൾ I = mr²/2 ആണ്. കൃത്യമായി ഈ ടേബിൾ ചിത്രസഹിതം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി? ½I⍵² എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൈനറ്റിക് എനർജി ശരിക്കും ലീനിയർ കേസിൽ ½mv² അല്ലേ. നോക്കൂ, എമ്മിന് പകരമായി വിക്ക് പകരം ഒമേഗ, സോ ½I⍵² എന്ന് നോട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ എല്ലാ ഇക്വേഷൻസും നോക്കൂ, വർക്ക് ഡൺ കാണാൻ ഇക്വേഷൻ W = Fs അല്ലേ, സോ ഇവിടെ ടോ തീറ്റ. ദെൻ P = mv അല്ലേ, സോ L = I⍵. എല്ലാ ഇക്വേഷനും I1 ω1 = I2 ω2, എല്ലാ ഇക്വേഷൻസും ഇതേ രൂപത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നത് കൂടി ഓർത്തു വെക്കുക. ഇനി ഒരു ആക്സലറേഷൻ ആണ് കാണാൻ പോകുന്നത്. ഏതാ കേസ്? ഇൻക്ലൈൻഡ് പ്ലെയിനിൽ മൂവ് ചെയ്യുമ്പോഴുള്ള കേസിൽ ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ A = g sin θ / 1 + k²/r² എന്നതാണ്. അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം, ഗ്രാവിറ്റേഷൻ. ഇതിൽ ആദ്യം ചർച്ച ചെയ്യുന്നത് F = g × m1 m2 / r² എന്ന് പറയുന്ന ന്യൂട്ടൺസ് ലോസ് ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന കൺസെപ്റ്റ് ആണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ ക്യാപിറ്റൽ ലെറ്റർ G യെ വിളിക്കുന്ന പേര് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നാണ്. അതിന്റെ വാല്യൂ 6.67 × 10⁻11 nm²/kg² എന്നതാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ G = gm/r² ആണ്. ദെൻ m കാണാനുള്ള ഇക്വേഷൻ gr²/g എന്നത് മുകളിലത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇനി എന്താണ് വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ? W = mg ആണ്. gh കാണാനുള്ള ഇക്വേഷൻ G × 1 - 2h/r ആണ്. gd ഡെപ്ത് കാണാനുള്ള ഇക്വേഷൻ G × 1 - d/r ആണ്. അതുപോലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ -gm/r ആണ്. അതുപോലെ ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് E = F/m, that is equal to gm/r² ആണ് എന്നത് കൂടി ഓർത്തു വെക്കുക. ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ -gm/r ആണ് എന്നതും, ഒരു സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് കാണുന്ന ഇക്വേഷൻ T = 2π × r + h/VO ആണ് എന്നത് കൂടി ഓർത്തു വെക്കുക. VOയും VEയും തമ്മിലുള്ള റിലേഷൻ VE = √2 × VO എന്നതാണ്. ഇതിൽ VE എന്ന് പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റിയും VO എന്ന് പറയുന്നത് ഓർബിറ്റൽ വെലോസിറ്റിയുമാണ്. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി മിനിമം വെലോസിറ്റി വിത്ത് വിച്ച് എ ബോഡി മസ്റ്റ് ബി പ്രൊജക്റ്റഡ് സോ ദാറ്റ് ഇറ്റ് എസ്കേപ്പ് ഫ്രം ദി ഗ്രാവിറ്റേഷൻ അട്രാക്ഷൻ ഓഫ് എർത്ത് പെർമനന്റ്ലി എന്നതാണ് കൺസെപ്റ്റ്. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് റിവോൾവ്സ് റൗണ്ട് എ പ്ലാനറ്റ് ഇൻ ഇറ്റ്സ് ഫിക്സഡ് ഓർബിറ്റ് എന്നതാണ്. ഇനി കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ നോക്കൂ. അതുപോലെ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ എനർജി, ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി നോട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ലോസ് ഓഫ് പീരീഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനു മുമ്പ് കെപ്ലറിന്റെ 3 ലോകൾ വരുന്നുണ്ട്. കെപ്ലറിന്റെ ഒന്നാമത്തെ ലോയെ ലോസ് ഓഫ് ഓർബിറ്റ് എന്നും, രണ്ടാമത്തെ ലോയെ ലോസ് ഓഫ് ഏരിയ എന്നും, മൂന്നാമത്തെ ലോയെ ലോസ് ഓഫ് പീരീഡ് എന്നുമാണ് അറിയപ്പെടുന്നത്. അതാണ് ആ കൺസെപ്റ്റ്. ലോസ് ഓഫ് പീരീഡ് T² directly proportional to r³ എന്നതാണ് കൺസെപ്റ്റ് എന്നത് കൂടി പ്രത്യേകം നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് നാം +1 ആദ്യത്തെ 8 ചാപ്റ്റർ, +1 ഫിസിക്സിലെ ആദ്യത്തെ 8 ചാപ്റ്ററിലെ മുഴുവൻ ഇക്വേഷൻസുമാണ് നാം ചർച്ച ചെയ്തിട്ടുള്ളത്. അടുത്ത പാർട്ട് 2-ൽ നമ്മൾ ബാക്കിയുള്ള 7 ചാപ്റ്ററിലെയും ഇക്വേഷൻസ് ചർച്ച ചെയ്യുന്നതാണ്. +1 +2-ൽ പഠിക്കുന്ന, എൻട്രൻസ് എക്സാം എഴുതുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകും. നിങ്ങൾ ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.